വലിയൊരു ഗ്യാപ്പിന് ശേഷം അങ്ങനെ ഉമ്മ വീണ്ടും ചുരിദാർ ഇട്ടിട്ടോ. ഞങ്ങൾ ഇടിയിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. കുറേ കാലമായിട്ട് ആദ്യമൊക്കെ ചുരിദാറിൽ തന്നെയായിരുന്നു കേട്ടോ ഉമ്മ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ പർദ്ദയിലേക്ക് സ്വിച്ചായി പോയി. പിന്നെ പർദ്ദ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എപ്പോഴും പറയും, ഈ ചൂടത്ത് എന്തിനായി പർദ്ദറിന്, നല്ല കോട്ടൻ്റെ ചുരിദാർ ഇട്ടൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇടുമ്പോഴുള്ളൊരു ചമ്മലുമാക്കുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അപ്പം അതേതായാലും മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പടോക്കിലേക്കാണ് കേട്ടോ പോണത്. ഉണ്ണി കുറേ ഹൈപ്പ് തന്നൊരു കാര്യമാണ് പടോക്കത്തെ ഷവർമ്മ എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരു പ്രാവശ്യം വീട്ടിലേക്ക് എങ്ങാണ്ട് പാഴ്സൽ കൊടുന്ന് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അടിപൊളിയായിരുന്നു. അന്ന് ഓൾ വീണ്ടും പറഞ്ഞു, ഇങ്ങനെ പാഴ്സൽ കൊണ്ടുവരുന്നേക്കാൾ രസമാണ് അവിടെ പോയി കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പോകണം എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാനും ഉമ്മയും കുട്ടികളും ഉണ്ണിയും ഒക്കെ അങ്ങനെ പടവക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ അവിടെ കുറച്ചൊരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടോ. നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ റെഡിയാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. നല്ല അടിപൊളി ഷവർമ്മയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഷവർമ്മ. നമ്മൾ ഇതുവരെ കഴിക്കാത്ത, മുൻപ് വേറെ കടകളിൽ നിന്നൊക്കെ കഴിച്ചതിൻ്റെ ടേസ്റ്റിൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇവിടുന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ അതാ ഞങ്ങളെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇല്ലു അത് കൂടെ ഇറങ്ങി നടക്കണു, അങ്ങോട്ട് ഓടണു, അവിടെ ഉള്ളത് പെറുക്കണു. അപ്പോൾ അതിൻ്റെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഓളെ പുറകെ പോകണുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്യാൻ നേരം അവിടുത്തെ ആളോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി.